തൃശൂർ മണലിപ്പുഴയിൽ നീർനായക്കൂട്ടം 6 നീർനായകളെയാണ് വഴിയാത്രക്കാർ കണ്ടത്. പ്രദേശവാസികൾ വസ്ത്രങ്ങൾ കഴുകാനും കുളിക്കാനുമായി എത്തുന്ന ഭാഗത്താണ് നീർനായക്കൂട്ടത്തെ കണ്ടത്. നമ്മുടെ ടോൾ കൊടുക്കേണ്ട വഴിയില്ലേ, ആ വഴിയിൽ നീർനായകൾ കൂട്ടുണ്ട്, ടീമുണ്ട്, ഫുൾ ടീമുണ്ട്. ഇതേ കണ്ടോ മണലിപ്പുഴ കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ ലൈവ്. ചേച്ചിക്ക് സമുദ്രേ വിവരങ്ങളുമായി ചേരുന്നു. ലിഷോ, ഇതിനു മുൻപ് ഈ ഭാഗത്ത് നീർനായകളെ കണ്ടിട്ടുണ്ടോ? മണലിപ്പുഴയിലെ നീർനായ ഇല്ല, മുൻപ് ഈ ഭാഗത്ത് നീർനായകളെ കണ്ടിട്ടില്ല. പക്ഷേ കരുവന്നൂർ പുഴയുടെ ചില ഭാഗങ്ങളിൽ നീർനായകളെ കണ്ടതായി കുറച്ച് നാളുകൾക്ക് മുൻപ് വിവരമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്തൊന്നും തന്നെ ഇത്തരത്തിൽ നീർനായകളെ ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല. മണലിപ്പുഴയുടെ മടവാക്കര റോഡിൻ്റെ ആ പരിസരത്താണ് ഈ നീർനായകളെ കണ്ടെത്തിയിട്ടുള്ളത്. പുഴയിൽ ഈ സാധാരണഗതിയിൽ ആളുകൾ കുളിക്കാനും മറ്റും ഇറങ്ങുന്ന ഈ ഭാഗത്തിനോട് ചേർന്നുള്ള സ്ഥലത്താണ് നീർനായകളെ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 6 നീർനായകളാണ് അടങ്ങുന്ന കൂട്ടമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പലപ്പോഴും ഈ നീർനായകൾ അക്രമകാരികളാകുന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. കാച്ചക്കടവിന് സമീപത്ത് റോഡിന് എതിർവശത്ത് നിന്നാണ് പുഴയിൽ നിന്ന് ആ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾ ഇത്തരത്തിൽ ഈ നീർനായകളെ കണ്ടെത്തുന്നതും മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതുമെല്ലാം തന്നെ. പുഴയിൽ ഇറങ്ങുന്നവരെ ഇവ പലപ്പോഴും കൂട്ടത്തോടെ ആക്രമിക്കുമോ എന്നൊരു ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. കാരണം ഇത്രയധികം നീർനായകൾ ഒന്നിച്ച് ഈ ഭാഗത്തുണ്ടാകുന്നത് ആണ് നാട്ടുകാർക്ക് ഇത്രയധികം ആശങ്ക ഉണ്ടാക്കാനായി ഒരു കാരണമായിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് ഉള്ളവർ ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും. കാരണം പലപ്പോഴും നീർനായകളുടെ ആക്രമണം പലയിടങ്ങളിലായി തൃശ്ശൂർ ജില്ലയുടെ തന്നെ പലയിടങ്ങളിലും നേരത്തെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മേഖലയിൽ ഇതുവരേക്കും നീർനായകളെ കണ്ടെത്തിയിട്ടില്ല. സാധാരണഗതിയിൽ ഈ തവളകളെയും ഞണ്ടും മത്സ്യവുമൊക്കെയാണ് ഈ നീർനായകളുടെ പ്രധാന ഭക്ഷണം ആണെങ്കിൽ പോലും പക്ഷേ ഈ പരിഭ്രാന്തി ഉണ്ടാക്കി ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന സംഭവങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്.